ഇപ്പം നമുക്ക് കണ്ണാടി വെക്കണം എന്ന് ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ആളുകൾക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. ചില ആളുകൾക്ക് അത് വെക്കുന്ന സമയത്ത് ഒട്ടും മാച്ച് ആവില്ല, ചിലർക്ക് നന്നാവും. അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമുക്കൊരു ഡോക്ടർ ഒരു കണ്ണാടി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം നിങ്ങളൊരു ഷോറൂമിലേക്ക് വന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഗ്ലാസസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഏതൊരു ഷോറൂമിലായിക്കോട്ടെ ഒപ്റ്റിക്കൽസിലായിക്കോട്ടെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിംസ് ആക്ച്വലി അവൈലബിൾ ആയിരിക്കും. നമ്മൾ മെയിൻലി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണും ട്രെൻഡിങ് ആയിട്ട് പല ഇന്ന കൈൻഡ് ഓഫ് ഫ്രെയിംസ് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വെച്ചിട്ട് എനിക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏതാണ്, അങ്ങനെ ഒരു ഫ്രെയിമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പോകേണ്ടത്. ഫ്രെയിംസ് 3 ടൈപ്പിൽ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് 3 ടൈപ്പിലുണ്ട്. ഷെൽ ടൈപ്പ് ഫ്രെയിംസ് വരുന്നുണ്ട്, മെറ്റൽ ഉണ്ട്, ഫ്രെയിംലെസ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 നമ്മുടെ പവർ അനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് അവിടെ നിൽക്കുന്ന ഒപ്റ്റോമെട്രിസ്റ്റ് ആയിക്കോട്ടെ സെയിൽസ്മെൻ ആയിക്കോട്ടെ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില ടൈപ്പ് ഓഫ് പവറിന് ഇപ്പം കുറച്ച് കൂടുതൽ പവറൊക്കെ ഉള്ള ആൾക്കാരാണ്, ഇച്ചിരി കൂടുതൽ കാഴ്ചക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരിയും കൂടെ തിക്ക് ആയിട്ടുള്ള ഫ്രെയിംസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പവർ അനുസരിച്ചിട്ട് കൂടെ നമ്മൾ ഫ്രെയിംസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ മുഖത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഐബ്രോസ് കവർ ചെയ്യാത്ത ഫ്രെയിംസ് ചൂസ് ചെയ്യുക, ഒരുപാട് നമ്മൾ ചീക്കിൽ ടച്ച് ചെയ്യാത്ത ടൈപ്പ് ഫ്രെയിംസ് ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആവണം, നമ്മൾ കോൺഫിഡൻ്റ് ആവണം. ഒന്ന് താഴെ നോക്കുമ്പോൾ അത് ഊർന്നു പോകരുത്, നമുക്ക് ഫേസിൽ അത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഫ്രെയിംലെസ് അല്ലെങ്കിൽ ഹാഫ് ഫ്രെയിം മെറ്റൽ ടൈപ്പ് ഫ്രെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂക്കിന്റെ അടുത്ത് പാട് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 മാസം കൂടുമ്പം ആ നോസ് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ പാട് വരുന്നത്. ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് കൂടുന്ന സമയത്ത് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു കാര്യത്തിനുള്ളൊരു മെയിൻ പരിഹാരമായി സൊല്യൂഷൻ ആയത്. അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്രെയിംസ് കാണുമ്പോൾ ഇത് ഞാൻ വെച്ചാൽ കൊള്ളാം എന്ന് തോന്നും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഫേസിന്റെ ഷേപ്പിന് അത് ഒട്ടും മാച്ച് ആവില്ല. അപ്പം നമ്മൾക്ക് ഫേസിന് കംഫർട്ട് ആയിട്ടുള്ള ഫ്രെയിംസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.